അസ്സലാമു അലൈക്കും. ഇതിനടുത്തിട്ട് എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ ഓരോരുത്തർ ടിക്ടോക്കിൽ ആരോപണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരോട് പറയാനുള്ളത്, ഞാൻ മറ്റോൻ്റെ ബുദ്ധി ഞാൻ ചിലവാക്കാറില്ല. അള്ളാഹു സുബ്ഹാനഹു അണ്ണാക്കിലൊരു നാവിന് സാധനമുണ്ട്, അതുള്ള കാലത്തോളം ഒരിക്കലും, പിന്നെ റൂഹ് എന്നൊരു വസ്തു ഇതിനുള്ളിലുണ്ട്, അതുള്ള കാലത്തോളം ഇൻഷാ അല്ലാഹ് മറ്റോൻ്റെ ബുദ്ധി ചിലവാക്കും. ഞാൻ എന്നെ കിട്ടൂലായി മറ്റോൻ്റെ ഓനെ ഞാൻ തലച്ചു പറയാറില്ല. ഇനി എന്തോന്ന് ആരോപണം പറഞ്ഞു ഒരു പ്രശ്നം അനക്ക് സുഖം സംഭവിക്കൂല, അങ്ങനത്തെ ഒരാൾ എന്നെ കിട്ടൂല. നിങ്ങളെ ആരവങ്ങളോ ഫിത്തിനെ ജ്യേഷ്ഠൻ വീണ്ടും പറഞ്ഞെടുക്കടോ പോയി. നിങ്ങൾ കാണ്ടവ, നിങ്ങൾക്ക് എന്ത് നഷ്ടമുണ്ടോ വീഡിയോ എടുത്തിട്ട്, നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ടോ വീഡിയോ എടുത്തിട്ട് കണ്ടിട്ട് നിങ്ങൾ ആരും വീഡിയോ കാണും. എൻ്റെ ഇഷ്ടമാണ് വീഡിയോ കാണാൻ. എനിക്ക് ഞാൻ വീഡിയോ ഇടും, ഞാൻ എന്തും അതെൻ്റെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾ കാണ്ടവ, നിങ്ങൾ ആരാണെങ്കിൽ വീഡിയോ കാണാൻ പറഞ്ഞു, ആരെങ്കിലും വീഡിയോ കാണാൻ പറഞ്ഞു, ടിക്ടോക്കിൽ എൻ്റെ വീഡിയോ കാണാൻ പറഞ്ഞാ നിങ്ങൾ ലൈക്കടിച്ച് പുറത്ത് പോകണമായി. നിങ്ങൾക്ക് എന്തിനാ ആരവം ഉണ്ടാക്കുന്ന ആവശ്യമുള്ളത്? എന്തിൻ്റെ നഷ്ടമുണ്ട്? നിങ്ങൾക്ക് നഷ്ടമുണ്ട്, നിങ്ങൾക്ക് എന്ത് ലാഭമുണ്ട് വീഡിയോ എടുത്തിട്ട്? ഇന്ന പൂട്ടിക്കെട്ടാൻ ഈ ദുനിയാവിൽ ഒരാൾ ജനിച്ചിട്ട് അള്ള വിചാരിക്കണം, അള്ള വിചാരിച്ച് നടക്കും ഉറപ്പ്. അള്ളാഹ്ക്കെ കൈ വേറെ ഒരു മനുഷ്യനും വിചാരിച്ച എന്നെ പൂട്ടിക്കെട്ടാൻ കഴിയാല, അള്ള വിചാരിച്ചിന് കഴിയും, ഉറപ്പിച്ചോ. നിങ്ങൾ അങ്ങനെ ജ്യേഷ്ഠനോട് പറഞ്ഞു കൊടുക്കുക. ജ്യേഷ്ഠൻ ചുക്കും എന്നെ സംസാരിക്കൂല. എന്തൊരു നിയത്തുണ്ട്, ഞാൻ എന്തിനാണ് വീട് എടുക്കുന്നത്? അത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അറിയും. ഇത്ര എൻ്റെ വിഷം പ്രയാസം അറിയുന്നത് അത് ഒരേ റബ്ബേ സുബ്ഹാനഹു. ഞാൻ ഒരു മനുഷ്യനോട് വിഷം പറഞ്ഞ് നടക്കാറില്ല. ചുക്കും പറഞ്ഞാൽ ഒരു ചുക്കും നടക്കൂല. ഏകയിലാഹ റബ്ബിന് മാത്രമേ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. എൻ്റെ ടെൻഷന് കാര്യത്തിൽ വിഷമത്തിൽ ഞാൻ വീട് എടുക്കും. നിങ്ങൾ ആരെ ഒന്ന് നടക്കാൻ പോകുന്നു, ഞാൻ എൻ്റെ ഇഷ്ടമാണ് വീട് എടുക്കൽ. നിങ്ങൾ കാണ്ടവായി, നിങ്ങൾ ആരെങ്കിലും കാണാൻ പറഞ്ഞത്? എൻ്റെ വീട് കാണാൻ പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞെടുക്കുന്നത് ജ്യേഷ്ഠന്മാരോട് പോയിട്ട്, ജ്യേഷ്ഠൻ സുഹൃത്തനോട്, എൻ്റെ സുഹൃത്തനോട് പറഞ്ഞതാണ് എന്നെ കുറിച്ച്. ഞാൻ പറഞ്ഞ് ഒരു പിരാന്ത് പോയി, ഒരു കാണ്ടവായി വീഡിയോ എന്നോട് തന്നെ പറഞ്ഞത്. എൻ്റെ വീഡിയോ ആരും കാണാൻ, ഞാൻ കാണാൻ പറഞ്ഞു നിങ്ങളുടെ വീഡിയോ. എൻ്റെ വീഡിയോ കമൻ്റ് ഒന്നും ഉണ്ടാവും. നിങ്ങൾ ഇഷ്ടമാണ് കണ്ടെങ്കിൽ മതി, കാണാൻ കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് പോയി എനിക്കൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾക്ക് അസൂയ ഒട്ടക്കിച്ച് അസൂയയിലുണ്ടാവും. നിങ്ങൾക്ക് ഇങ്ങനെ ആരോപണം എടുക്കുന്നത് ഇല്ലാത്ത ആരോപങ്ങൾ ഫിത്തും ഫസാദും പറഞ്ഞെടുക്കുക. ആരോട്? ജ്യേഷ്ഠന്മാരോട് പോയിട്ട്. വിവരമുണ്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ വിവരം തന്നിട്ടുണ്ടാ. ഓനാസം സൂക്ഷിക്കണം പറയുമ്പോൾ നാവും സാധനവും ഇതിൻ്റെ ഉള്ളിൽ. നിങ്ങൾക്കൊന്ന് എന്നെ പൂട്ടിക്കെട്ടാൻ നിങ്ങൾ കയ്യല്ല, അത് അള്ള വിചാരിക്കണം. ഉറപ്പിച്ച് പറഞ്ഞു, ഓക്കെ അള്ളാഹ് കഴിയും എന്നെ പൂട്ടിക്കെട്ടാൻ. മനുഷ്യൻ ദുനിയാ വേറെ. ഞാൻ ഒരാൾ പറഞ്ഞെടുക്കാറില്ല, വിഷമങ്ങൾ ഒരാൾ പറഞ്ഞ ഒരു ഭൂമിയിൽ ചുക്കും നടക്കൂല. അത് മനസ്സിലാക്കണം. ഇല്ലാതെ ഫിത്തിനെയും ഫസാദും പറഞ്ഞെടുക്കുക, ആരവും പറഞ്ഞെടുക്കുക. എന്നിട്ട് ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടില്ല, എന്നോട് സുഹൃത്തിനോട് പറഞ്ഞതാണ്. ഇങ്ങനെ പറയുന്നത്. ആ ഓനും പറഞ്ഞ് അക്കീമിനെ നന്നാക്കാൻ ഒരിക്കലും ഓൻ പറഞ്ഞ് കേൾക്കൂല. ഞാൻ ആരും കേൾക്കുന്നവനല്ല, ഞാൻ എൻ്റെ ബുദ്ധിയാണ്. ഞാൻ മറ്റോൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ അന്വേഷിച്ച് ചോദിക്കാറുമില്ല. ഞാൻ ഒരാളോട് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കാറില്ല. എന്തുകൊണ്ട് ചോദിച്ചിട്ടാകുമ്പോൾ അതിൽ അനക്കാർ മുക്കസത്വം എനിക്കറിയും, അതിൽ എന്തെങ്കിലും ഫസാദ നോണയൊന്നും ഉണ്ടാവും. മറ്റോൻ്റെ വാക്ക് ഞാൻ കേൾക്കും, എന്നെ കിട്ടൂല. അതിനൊന്നും ഞാൻ എൻ്റെ ഇഷ്ടം, എൻ്റെ തീരുമാനം, എൻ്റെ റൂട്ട്, എൻ്റെ വഴി. ആരെ വാക്ക് ഞാൻ കേട്ടിട്ട് ഞാൻ തലചൊറിയാറില്ല. ആരാവുന്ന നിങ്ങൾക്ക് പോയി ആരാവുന്ന എനിക്കും ചുക്കും സംഭവിക്കൂല. അത് ഓർമ്മിച്ചോ.